മുരളീൻ ചേട്ടാ നമസ്കാരം. വളരെ കുറേ നാൾക്ക് ശേഷമാണ് അല്ലേ നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പം എൻ്റെ വണ്ടിക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ ഞാൻ റോയൽ എൻഫീൽഡ് എടുത്തിട്ട് ഏകദേശം ഒരു 6 വർഷമായി. ഞാനിപ്പം നമ്മുടെ തിരുവല്ല ഷോറൂമിൽ കുറേ പ്രാവശ്യം ഈ വണ്ടിക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് ഞാൻ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന്. ഒരസലുമാണ്. പിന്നെ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം സൗണ്ടാണ് വരുന്നത്. ഞാൻ ഈ സെയിം സാധനം നമ്മൾ അവിടെ ചെന്ന് പറയുമ്പോൾ അവർ നമ്മളെ കൊണ്ട് 1000 രൂപ മേടിച്ചിട്ട് ചെയ്യും. ഒരു 3 മാസം കഴിയുമ്പം വീണ്ടും ലീക്കാകുകയാണ്. അപ്പം ഇതിനെപ്പറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ മുരളീധരൻ ചേട്ടൻ്റെ ഒരു വണ്ടി ഇരിപ്പുണ്ടെന്ന് തോന്നിയ വണ്ടി പഴയ മോഡൽ വണ്ടിയാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാം. പ്രേക്ഷകരോട് പറയാം കേട്ടോ. ഇതിൻ്റെ നമുക്ക് ഈ ഉരച്ചിൽ പ്രശ്നമാണ് ഉള്ള ഒരു പ്രധാന കുഴപ്പം. അത് നമുക്ക് ഈ കപ്പ് മാറി വരുന്ന ചെയ്തേക്കുന്ന ഒരു കാണിക്കാം. പിന്നെ ഷോക്കസിൻ്റെ ലീക്കും ഉണ്ടല്ലോ, അത് നമുക്ക് മറ്റേ വണ്ടിയിൽ കാണിക്കാം, ചെയ്ത് വെച്ചേക്കുന്നത് കാണിക്കാം. ഓക്കെ. ഓയിൽ ലീക്കാകാൻ കാര്യം ഒന്ന് പിന്നെ വഴിയുടെ പ്രശ്നങ്ങൾ, ഈ അലൈൻമെൻറ്റെല്ലാം ഈ കറക്റ്റ് അല്ലായിരിക്കും. ചിലപ്പം ആ പൈപ്പിന് ബെൻഡൊക്കെ ഉണ്ടെങ്കിൽ സീൽ നിൽക്കത്തില്ല. ഓക്കെ, ചെയ്ത് വെച്ചേക്കുന്നത് കാണിക്കാം. സോക്കറ്റ് അതും പ്രശ്നമാണ്. ആ കൃത്യമായിട്ട് ലൂബ്രിക്കേഷൻ ഒരു പ്രധാന ഘടകമാണ്. ചെയിൻ ലൂബ് ഉപയോഗിക്കുക, അതൊക്കെ ഒരു പരിഹാരമേ ഉള്ളൂ. അത് തന്നെ. അതെ. റഫായിട്ട് ഉപയോഗിക്കുമ്പം ഇത് ലാസ്റ്റ് ചെയ്യത്തില്ല. റഫായിട്ട് ഉപയോഗിച്ചാലേ പെട്ടെന്ന് പോകും. ഇത് സോഫ്റ്റായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. കംപ്ലൈൻറ്റ് അത് ഇതൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു രീതി അനുസരിച്ചൊക്കെയാണ്. വഴിയുടെ പ്രത്യേകതയുണ്ട്. എല്ലാം കൂടെ കൂടിയാ ഇത് മാറ്റി ചെയ്തേക്കുന്ന കാണിക്കാം. അപ്പോൾ അതാണ് ഏറ്റവും ഉത്തമമായ പരിഹാരം. ഇത് പഴയ മോഡൽ വണ്ടിയാണ്. 85 മോഡലാണേ. ഇത് 85. നമുക്കിപ്പം ഇപ്പോൾ ചെയ്തത് ഈ ബ്രേക്കിൻ്റെ സിസ്റ്റം മാറ്റി നമുക്ക് ഇതാക്കി ഡിസ്ക് ബ്രേക്കാക്കി. പിന്നെ കപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഓയിൽ ലീക്കാക്കുന്ന പ്രശ്നം പറയുന്നതുണ്ട്. അതിൽ ഇത് ഈ മോഡലാണ് അങ്ങോട്ട് മാറ്റി കപ്പെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇത് ഇവിടെ സെൻട്രൽ വരുന്ന ടൈപ്പ് ഈ മോഡലാക്കി. അപ്പം പിന്നെ ഒരേന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല, ശബ്ദവും കേൾക്കത്തില്ല. സിമ്പിളാവും. റേറ്റ് ആ കപ്പ് മാറ്റി ഇത് പിന്നെ ഇതിന് അതിൻ്റെ 500 രൂപയായിരുന്നു മേടിച്ചപ്പോൾ ഈ കപ്പിന്. ഇപ്പോഴത്തെ വില എനിക്കറിയത്തില്ല. അതെ, എത്ര ഉള്ളൂ. ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപ മേടിച്ചിട്ട് 3 മാസം കൂടുമ്പോൾ സെയിം കംപ്ലൈന്റ്. പിന്നെ ഈ പഴയ ബുള്ളറ്റ് 85. അപ്പൊ ഈ വണ്ടിക്ക് തന്നെ പ്രത്യേകത ഇപ്പൊ ഇറങ്ങുന്ന വണ്ടി ഗിയർ ഗിയറൊക്കെ നേരെ തിരിച്ചാണ് പറയാണല്ലോ. അതെയാ, അതൊക്കെയാണ് വ്യത്യാസങ്ങൾ. ഇത് എൻ്റെ സ്വന്തം വണ്ടിയാണ്. അപ്പം ഇതിപ്പം ഇത് ടെസ്റ്റിംഗ് ആണ്. വിളിച്ച് ടെസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ അതിനുവേണ്ടി ഒരു ഉപയോഗിക്കുന്നില്ല അങ്ങനെ കാര്യമായിട്ട്. എപ്പോഴും നമുക്ക് സമയമില്ലല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് റെഡിയാക്കി പ്ലേറ്റ് മൊത്തം പ്ലേറ്റിംഗ് ഇല്ല. ചെറിയ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കിട്ടത്തുള്ളൂ. അത്യാവശ്യം ഇന്ന് ഇറക്കുക, പിന്നെ ഇവിടെ കൊണ്ട് വെക്കുക ഇതുപോലെ. അപ്പം മുരളീൻ ചേട്ടാ, ഈ വണ്ടിയില്ലേ ആൾക്കാർ കൂടുതലും അന്വേഷിച്ച് നടപ്പുണ്ടല്ലോ. 1984 മോഡൽ വണ്ടികളാണ് ആൾക്കാർ കൂടുതലും അന്വേഷിച്ച് അതിന്റെ പുറകെ നടപ്പുണ്ടല്ലോ. അതെന്താ കാരണം? പഴയ മോഡൽ വണ്ടി ഓടിക്കേണ്ട പ്രത്യേകത ചില യാത്രസുഖം കൂടുതലാണല്ലോ പഴയ ഇവിടുത്തെ പുതിയ വണ്ടിയൊക്കെ ആയാലും. പിന്നെ ഇത് അത്യാവശ്യം സ്പീഡ് ആകുന്നത് ക്രാങ്ക് വെയിറ്റ് കുറഞ്ഞ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡ് എടുക്കുകയും ചെയ്യാം, നല്ല ഓടിക്കുകയും ചെയ്യാം. അതൊക്കെ ഇത്ര പ്രത്യേകതകൾ പറയാമല്ലോ. ബ്രേക്കൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ലെഫ്റ്റാണ് ബ്രേക്ക്, പുതിയ വണ്ടിക്ക് റൈറ്റാണ്. അതാണ് ഒരു ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം പെട്ടെന്ന് മറന്നു പോകും ആൾക്കാരെ. ഇത് ഓടിച്ചൊരു പരിചയമുള്ളവർക്കേ ഇത് പറ്റത്തുള്ളൂ. ചിലവരൊക്കെ 1 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപ ഒക്കെ മുടക്കിയിട്ട് അല്ലേ ഈ വണ്ടി പണിഞ്ഞിറക്കി. ഇത് പഴയ വണ്ടി ഒരു ഹരം തന്നെയാണ്. അത് പുതിയ വണ്ടി കിട്ടത്തില്ല. ആ ഒരു സുഖം കിട്ടത്തില്ല. നമ്മളെ ഇരിക്കുന്ന ആ വണ്ടി ഇതും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലേ? അതെ. ഇതിന് അത്യാവശ്യം ശബ്ദത്തിനാണ് ശബ്ദ മാധുര്യമുണ്ട് ഇതിന്. അതാണ് അതിന്റെ പ്രത്യേകത. മറ്റേന് അതങ്ങനെയല്ലോ, 100cc പോലെ ആയി പോയില്ലേ. സൗണ്ട്. അതെ, ഇപ്പൊ ഏറ്റവും പുതിയ മോഡൽ വണ്ടിയുണ്ട്. ഇപ്പൊ എല്ലാവരും സൗണ്ട് സൈലൻസർ മാറ്റിയൊക്കെ വെച്ച് ചെയ്യുന്നത്. പക്ഷെ അത് ഫൈൻ അടിക്കാറുണ്ട്. എന്നാലും ഫൈൻ നോക്കാൻ ആൾക്കാർ ഇപ്പം സൈലൻസറെല്ലാം മാറ്റി ഉപയോഗിക്കുന്നത്. അപ്പം മുരളീൻ ചേട്ടാ, ഇപ്പം പുതുതായിട്ട് എടുക്കുന്ന ബുള്ളറ്റ് എടുക്കുന്ന ആൾക്കാരോട് എന്തോ പറയാനുള്ളത്? കുറേ പറയാനുള്ളത് ഇതുപോലുള്ള കപ്പുകളൊക്കെ മാറ്റി വേണ്ടാത്ത തന്നെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇത് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ഷോക്സിൻ്റെ കപ്പേ ഇതൊക്കെ മാറ്റി കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും വൃത്തിയായിരിക്കും, ക്ലീനായിട്ട്. ഇതുകൊണ്ടല്ലേ ഇപ്പം കണ്ടോ ചെളി പിടിച്ചല്ലായിരിക്കുക. ഇതിനകമൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല.
ഒരു വേറെ രീതിയിലേക്ക് ഇത് മാറ്റുമല്ലേ? അതെ അതെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചെയ്യണം. ഇതിപ്പോ അപ്പം ഒരുപാട് പ്രാവശ്യം നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും. അതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്താൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. മുരളി ചേട്ടാ, നമ്മുടെ ഷോ നിങ്ങളുടെ മെയിൻ ബ്രാഞ്ച് നമ്മുടെ കറച്ചാലാണല്ലോ. കറച്ചാലാണ്. അപ്പം ഞാൻ നമ്പർ വീഡിയോക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ബുള്ളറ്റിന്റെ എന്ത് പണിയാണെങ്കിലും ചെയ്ത് കൊടുക്കുമല്ലോ? ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പണി നമ്മളെല്ലാ വണ്ടി എടുക്കുന്നുണ്ട്. ഏകദേശം ഇപ്പൊ തുടങ്ങിയിട്ട് 10-15 വർഷത്തോളം ആയില്ലേ? അയ്യോ അത് കൂടുതലായി. അപ്പം എന്ത് പണിക്കും നമ്മുടെ ബുള്ളറ്റ് പ്രേമികളായിട്ടുള്ള ആൾക്കാരുടെ കറച്ചാൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുരളി ചേട്ടനെ നേരിട്ട് ബന്ധപ്പെടാമെന്നാണ്. ഞാൻ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും പുള്ളി ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഓക്കെ, ശരി എന്നാൽ.